സഞ്ജു സ്പെഷ്യൽ സാംസൺ. അങ്ങനെ ഇന്ത്യ T20 വേൾഡ് കപ്പ് ജയിച്ചിരിക്കുകയാണ്. T20 വേൾഡ് കപ്പ് ജയിച്ച സമയത്ത് എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് സൗത്ത് ആഫ്രിക്കൻ ടീമിനോടാണ്. അതെന്താണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ എവിടെയെങ്കിലും വെച്ച് പറയാം. ആദ്യം എനിക്ക് പറയാനുള്ളത് സഞ്ജുവിനെ പറ്റിയാണ്. ഈ ഒരു വീഡിയോ സഞ്ജു സാംസനെ പറ്റിയായിരിക്കും. കുറച്ച് നാളായിട്ട് ഇങ്ങനെ സഞ്ജുവിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനും റൈറ്റ് മൊമെൻറ്റ് വരട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഫൈനലിന് ശേഷം അത് ഇന്ത്യ കപ്പടിച്ചാലും കപ്പടിച്ചില്ലെങ്കിലും സഞ്ജുവിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ കപ്പടിച്ചു. ഇതിന് ശേഷം ഇനി ഒരു എനർജിയിൽ തന്നെ പറയാം. ആദ്യം പറയാനുള്ളത് ആസ് എ ഫാൻ, അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ അതിഭീകരമായ ഫാൻ എന്നൊന്നുമല്ല, എന്നാൽ പോലും ഒരു മലയാളി എന്നൊരു രീതിയിൽ നമ്മൾ അദ്ദേഹത്തിനെ സ്ക്രീനിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ടി വിയിൽ കാണുന്ന സമയത്ത് ഓക്കെ, ഈ പയ്യൻ അവൻ കാരണം ഒരു മാച്ച് ജയിക്കണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു, എൻ്റെ മാത്രമല്ല മലയാളികളുടെ പൊതുവെയുള്ള ആഗ്രഹമായിരിക്കും, ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സ് സഞ്ജു കളിക്കുക എന്നുള്ളത്. ഇപ്പം ഏത് ക്രിക്കറ്റർ ആണെങ്കിൽ പോലും ഇനിയിപ്പം അവരുടെ സെഞ്ചുറികളുടെ എണ്ണമോ അല്ലെങ്കിൽ അവരടിച്ച സിക്സിൻ്റെ എണ്ണമോ അല്ലെങ്കിൽ അങ്ങനത്തെ കാരണങ്ങളല്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റുകൾ പറയുകയാണെങ്കിൽ നമ്മുടെ T20 വേൾഡ് കപ്പ്, കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ നമ്മുടെ സൂപ്പർ 8-ൽ രോഹിത് ശർമ്മയുടെ ഒരു 91 റൺസ്. ആ ഒരു മാച്ചിൻ്റെ ക്രൂഷ്യലാണോ എന്ന് വെച്ചാൽ ഒരു പോയിൻ്റിൽ അത് ക്രൂഷ്യൽ ഒരു ഇന്നിങ്സ് തന്നെയാണ്. ആ ഒരു മാച്ച് ഞാൻ ലൈഫിൽ ഒരിക്കലും മറക്കില്ല. ഇനിയും രോഹിത് ശർമ്മയെ സംബന്ധിച്ച് അദ്ദേഹം 264 അടിച്ചിട്ടുണ്ട്, 3 ഡബിൾ അടിച്ചിട്ടുണ്ട്, ഒരുപാട് ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട്, അദ്ദേഹം ജയിപ്പിച്ച ഒരുപാട് കളികളുണ്ട്. എന്നാൽ പോലും എനിക്ക് ഈ ഒരു മാച്ച് ഭയങ്കര സ്പെഷ്യലാണ്. വിരാട് കോഹ്ലിയെ പറ്റി പറയണം. വിരാട് കോഹ്ലിയുടെ ചേസ് ചെയ്ത് അദ്ദേഹം ജയിച്ച ഒരുപാട് മാച്ചസ് ഉണ്ട്. മാച്ച് വിന്നിങ് ഇന്നിങ്സുകളാണത്. പിന്നെ ഗ്ലെൻ മാക്സ്വെൽ, നമ്മുടെ ഓസ്ട്രേലിയയുടെ കഴിഞ്ഞ വർഷത്തെ നമുക്ക് നഷ്ടമായ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ആ ഒരു ഇതിൽ അഫ്ഗാനിസ്ഥാനെതിരെ അദ്ദേഹം ഒരു 200 റൺ അടിച്ച് ഓസ്ട്രേലിയ ആ ഒരു ടൂർണമെൻറ്റിൽ നിലനിർത്തി. ഫൈനലിൽ ഇന്ത്യക്കെതിരെ അവർ വന്നു, അത് വലിയൊരു പ്രശ്നമായി മാറി. പക്ഷെ എന്നാൽ പോലും അതുപോലൊരു ഇന്നിങ്സ്, ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സ് എന്ന് പറയുന്നത് എല്ലാ ഒരു പ്ലെയറിനെ സംബന്ധിച്ച് ഒരു ടീമിൽ അദ്ദേഹം ഭയങ്കരമായ അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വരുന്നത് ഇങ്ങനത്തെ മാച്ച് വിന്നിങ് ഇന്നിങ്സുകൾ കളിക്കുമ്പോഴാണ്. അത് സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇത്രയും മറ്റുള്ളവർക്ക് കിട്ടുന്ന കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സഞ്ജുവിന് വളരെ കുറച്ചാണ് കിട്ടിയിട്ടുള്ളത്. ആ സമയത്താണെങ്കിൽ പോലും ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സ് അദ്ദേഹം കളിച്ചതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം 3 സെഞ്ചുറികളൊക്കെ അടിച്ചിട്ടുണ്ട്, എന്നാൽ പോലും അതിനെ നമ്മളങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പ്രഷർ സിറ്റുവേഷനിലോ അങ്ങനെയൊന്നുമല്ല അദ്ദേഹം വന്നിരിക്കുന്നത്. പക്ഷേ ഈ ലാസ്റ്റ് ഇയർ വന്ന ഏഷ്യ കപ്പിനകത്ത് തിലക് വർമ്മയുടെ ഒരു ഇന്നിങ്സ് ഉണ്ട്. അതും ഈ പറയുന്ന പോലെ ഒരു ഭയങ്കര പ്രഷർ നിൽക്കുകയാണ്. പാകിസ്ഥാനെതിരെ ഒരു കളി, ഇന്ത്യയുടെ 3 വിക്കറ്റ് പോകുന്നു. സഞ്ജുവിനെ അവിടെ പറയണം, സഞ്ജു എടുത്തൊരു പാർട്ണർഷിപ്പ് തിലകിന് കൊടുത്തൊരു പാർട്ണർഷിപ്പ് ഉണ്ട്. പക്ഷേ തിലകിൻ്റെ ഇന്നിങ്സാണ് അവിടെ ഭയങ്കരമായിട്ട് ക്രൂഷ്യലാകുന്നതും. അവസാനം വരെ അദ്ദേഹം നിന്ന് ഏഷ്യ കപ്പ് കിട്ടാനൊരു കാരണമായ തിലകാണ്. ഞാൻ അന്ന് ആഗ്രഹിച്ചതാണ്, അയ്യോ ആ ഒരു തിലകിൻ്റെ സ്ഥാനത്ത് സഞ്ജു വന്നിരുന്നെങ്കിൽ. സഞ്ജു കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ പോലും അതൊരു വലിയ ഇന്നിങ്സാണ്. ഇപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ തിലകിൻ്റെ ഇന്നിങ്സ് അത് മുകളിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് സഞ്ജു അന്ന് കളിച്ചത് നമുക്ക് ഫീൽ ചെയ്യാത്തത്. പക്ഷേ എന്നാൽ പോലും തിലക് അന്ന് കളിച്ച് ഇന്ത്യയെ ജയിപ്പിച്ച പോലൊരു ഇന്നിങ്സ് സഞ്ജുവിന് എന്തെങ്കിലും കിട്ടണേ. പറയാനാണെങ്കിൽ അങ്ങനെ ഒരു ഇന്നിങ്സ് സഞ്ജുവിൻ്റെ കരിയറിലില്ല. പക്ഷേ IPL അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നിട്ടാണെങ്കിൽ പോലും ജയിപ്പിച്ച ഒരുപാട് ഇന്നിങ്സുകളുണ്ട്. പക്ഷേ ഇതുപോലുള്ളൊരു നോക്കൗട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഇൻ്റർനാഷണൽ ICC ടൂർണമെൻറ്റുകളിലേക്ക് വരുമ്പോൾ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഒരു അഗ്രഷൻ അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ്. നമ്മുടെ പഴയ വിൻറ്റേജ് രോഹിത് ശർമ്മയുടെയൊക്കെ സ്വഭാവമാണ്. അതുകൊണ്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കൊരു പരിധിക്കപ്പുറത്തോട്ട് അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവൽ റണ്ണ് കൊണ്ടുപോകും. പക്ഷേ ആ നിൽക്കുക എന്നുള്ളതൊരു വലിയ പ്രശ്നമായി. സോ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഓൾറെഡി ടീം ഇന്ത്യ ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാവും. 300 അടിക്കും 400 അടിക്കും എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയൊരു അതിന് തൊട്ട് മുമ്പ് ഒരു മാച്ച് വരുന്നു, ന്യൂസിലാൻഡിൽ നിന്നൊരു ഒരു സീരീസ് വരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സീരീസിൽ സഞ്ജുവിനൊരു പരിധിക്കപ്പുറത്തോട്ട് നമ്മളെല്ലാം കണ്ടതാണ്, ഭയങ്കരമായിട്ടൊരു പരാജയം പോലെ ആയി. ഇവൻ നമ്മുടെ കേരളത്തിൽ കളിച്ചിട്ട് പോലും അതൊരു 20 റണ്ണൊക്കെ മാക്സിമം എടുക്കുന്നുള്ളൂ. പക്ഷേ അപ്പം ഓൾറെഡി ബാലൻസ് ആയ ഒരു ടീമിലേക്ക് ഇനി സഞ്ജു ഉണ്ടാവും, ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കിലേക്കാണ് അത് പോയത്. പിന്നെ സീരീസിൻ്റെ ആ ഒരു ടൂർണമെൻറ്റ് ഓൾറെഡി സ്ക്വാഡ് അനൗൺസ് ചെയ്യുമ്പോൾ സഞ്ജു ഒരു ടീമിലുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇത്രയും ബാലൻസ്ഡ് ആയിട്ടൊരു ടീമിൽ ഇനി സഞ്ജു വന്നാൽ ഇനി എന്ത് ചെയ്യും?
പിന്നീട് നബീബയ്ക്കെതിരെ അത് അഭിഷേക് ശർമ്മയ്ക്ക് വയ്യാത്തതിൻ്റെ പേരിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ടീമിലേക്ക് വരുന്നത്. പക്ഷേ ആ ഒരു കളിയിൽ അദ്ദേഹം 8 ബോളിലെടുത്ത ഒരു 23 റൺ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എന്നാൽ പോലും അത്രയും റൺ എടുക്കുന്നു. പക്ഷെ എന്നാൽ പോലും അതൊരു നബീബയ്ക്കെതിരെയാണ്. ഞാൻ എപ്പോഴും ഞാനിങ്ങനെ ആഗ്രഹിക്കും, ഞാൻ ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ സംസാരിക്കുമ്പോഴും നോർമലി നമ്മൾ കൺസിഡർ ചെയ്യാത്ത ടീമുകളിൽ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ ഒരു ഓസ്ട്രേലിയക്കെതിരെ, ഒരു ന്യൂസിലാൻഡിനെതിരെയൊക്കെ എടുക്കുന്ന വളരെ കുറച്ച് ബോളിൽ എടുക്കുന്ന റണ്ണുകളായിരിക്കും എപ്പോഴും ആൾക്കാർ നോക്കുന്നത്. ഇപ്പം UAEക്കെതിരെയോ അല്ലെങ്കിൽ നബീബയ്ക്കെതിരെയോ അവരൊന്നും മോശം ടീമാണെന്നല്ല, എന്നാൽ പോലും കൺസിഡർ ചെയ്യുമ്പോൾ അവരുമായിട്ട് കളിക്കുന്നതൊക്കെ നല്ലതാണ് എപ്പോഴും ഒരു വലിയ ടീമിനെതിരെ എടുക്കുന്ന ഒരു റൺ. സോ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അഭിഷേക് ശർമ്മ തിരിച്ചു വരുമ്പോഴത്തേക്ക് സഞ്ജുവിന് ഇനിയും ആ ഒരു സ്ക്വാഡിൽ ഇത് കിട്ടുമോ? അത് പറഞ്ഞ പോലെ തന്നെ അഭിഷേക് തിരിച്ചു വരുന്നതോടുകൂടി സഞ്ജു പിന്നെയും ബെഞ്ചിലേക്ക് മാറുകയാണ്. പിന്നെയും ആ ഒരു പഴയ ഫോർമുല ആ ഒരു ടീമുമായിട്ട് അവർ പോകുന്നു. പിന്നീടാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ നന്ദി സൂചകമായ ഒരു മാച്ച് വരുന്നത്, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ. ആ ഒരു കളി ഇന്ത്യ തോറ്റില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സ്ക്വാഡിലേക്ക് സഞ്ജുവിനെ അവർ കൺസിഡർ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരുന്നു. വെച്ചാൽ ആ ഒരു ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ തോന്നുന്നത്, ഇന്ത്യ എപ്പോഴും ഒരു വിന്നിങ് സ്ക്വാഡിനെ അങ്ങനെ ഒരു പരിധിക്കപ്പുറത്തോട്ട് മാറ്റില്ല. എപ്പോഴും ഒരു വിന്നിങ് ടീം ഉണ്ടെങ്കിൽ അതിനകത്തൊരു പൊളിച്ച് മാറ്റില്ല. ഇപ്പം ഈ ഇന്നലെ കളിച്ച ന്യൂസിലാൻഡ് ടീമാണെങ്കിൽ പോലും ഒരാളെ അവർ മാറ്റിയിട്ടുണ്ട്. അത് വിന്നിങ് വന്നതാണെങ്കിൽ പോലും ഒരാളെ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് അവരെപ്പോഴും അങ്ങനെ ഒരു ടീമിനെതിരെ, ഇപ്പോൾ ഇന്ത്യക്കെതിരെയാണെങ്കിൽ എങ്ങനെ വേണം, അല്ലെങ്കിൽ ഓസ്ട്രേലിയക്കെതിരെയാണെങ്കിൽ എങ്ങനെ വേണം, അങ്ങനെയാണ് ഒരു ടീമിനെ ഡിസൈൻ ചെയ്തത്. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു വിന്നിങ് ഫോർമുല അല്ലെങ്കിൽ വിന്നിങ് ടീം ഉണ്ടെങ്കിൽ അതുമായിട്ടങ്ങ് പോകാനാണ് നോക്കുന്നത്. അതിനകത്ത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിക്കുന്ന കളിയിൽ കോച്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ സ്കൈ ആയിക്കോട്ടെ, അവരെടുത്ത തീരുമാനങ്ങൾ രണ്ട് തീരുമാനങ്ങൾ രണ്ടും അൺഫോർച്ചുനേറ്റ്ലി വർക്കൗട്ടായില്ല. വാഷിങ്ടൺ സുന്ദർ വന്നതാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ടീമിനെ ഒരു പരിധിക്ക് പുറത്തോട്ട് മാറ്റാതെ അവരിറക്കിയ ഒരു ടീമിൻ്റെ ഒരു കാര്യം ഒരു പോയിന്റിൽ പോലും വർക്കൗട്ടായില്ല. അങ്ങനെ ഇന്ത്യ പരാജയപ്പെടുകയാണ്. സോ ഭയങ്കരമായ പ്രഷർ വരുന്നു. ഈവൻ ക്രിക്കറ്റ് നമ്മൾ സഞ്ജുവിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മലയാളികളുടെ ഭാഗത്തുനിന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പരിധിക്കപ്പുറത്തോട്ട് ഒരു കേൾക്കില്ല, ഒരു മലയാളി ആയതുകൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു ക്രിക്കറ്റിനെ വിലയിരുത്തുന്നവർ കുറേ ആളുകൾ പറഞ്ഞു സഞ്ജുവിനെ ആ ഒരു ടീമിലേക്ക് കൊണ്ടുവരണം. അതിനൊരുപാട് മാറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മാറ്റം വരുന്നത് ഒരു ചെറിയൊരു മാറ്റം പിന്നീട് അതിന് ശേഷം വരുന്ന മാച്ചുകൾ നമ്മൾ കാണുന്നത് സഞ്ജുവിനെ റിങ്കു സിങ്ങിനെ മാറ്റുന്നു, പകരം സഞ്ജു വരുന്നു, സഞ്ജു ഓപ്പണിംഗ് ആവുന്നു. അതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ മലയാളികൾ അല്ലെങ്കിൽ ക്രിക്കറ്റിനെ ആരാധിക്കുന്ന എല്ലാവരും ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സ് ഒരാളുടെ ഒരു ബാറ്ററിനെ സംബന്ധിച്ച് ആ ബാറ്റർ കൊടുക്കണം. അതാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ അദ്ദേഹം, അതും കൈൻഡ് ഓഫ് ഒരു നോക്കൗട്ട് മാച്ച് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മാച്ചായിരുന്നു. അതിനകത്ത് തോറ്റിരുന്നെങ്കിലും ഇന്ത്യ പുറത്താകും. ഒരു നോക്കൗട്ടായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മാച്ചായിരുന്നു അത്. അതിൽ അദ്ദേഹം ഒരു 97 റൺ എടുക്കുന്നു. ഓക്കെ, ഇതാണ് ഈ ഒരു സാധനമാണ്, അതായത് ഒറ്റയ്ക്കൊരു കളിയെ മൊത്തത്തിൽ തിരിച്ച് നമ്മുടെ കൺട്രോളിൽ. സഞ്ജു തന്നെ പണ്ടൊരു ഇൻ്റർവ്യൂവിലെന്തോ, സഞ്ജു ഇൻ്റർവ്യൂ ആണോ ഒരു ടോക്ക് ഷോ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അങ്ങനത്തെ എന്തോ ഒരു പരിപാടിയിലൊരു ഇൻട്രാക്ഷൻ സെഷൻ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജു ഇന്ത്യൻ ടീമിൽ വരുന്നില്ല, അതിൻ്റെ കാരണം എന്താണ്, അതിന് കോച്ചാണോ കാരണം അതോ ഒരു ക്യാപ്റ്റനാണോ കാരണം, അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ വരുന്നു. സഞ്ജു പറഞ്ഞു ഇവരാരുമല്ല, അല്ലെങ്കിൽ ഇവർ പറയുന്നത് കൊണ്ടോ ആകാം, പക്ഷെ എന്തുകൊണ്ട് ഇവരെന്നെ മാറ്റുന്നു? കാര്യം സഞ്ജു സാംസൺ ഇല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ ഈ ഒരു പൊസിഷൻ സഞ്ജു ഇല്ല, പകരം വേറെ ആൾ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ എന്നെ ഒഴിവാക്കാതിരിക്കൂ. അങ്ങനെ രീതിയിലേക്ക് സഞ്ജു മാറണം. ഇപ്പം ഫോർ എക്സാമ്പിൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാച്ചിന് ശേഷം വിരാട് കോഹ്ലി രോഹിത് ശർമ്മയെ ടീമിൽ മാറ്റണമെന്നൊരാളൊരു പത്രപ്രവർത്തകൻ, ഒരു റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ എനിക്ക് രോഹിത് ശർമ്മയെ T20 മാറ്റണമെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്പൂഫ് പോലെയാണ് സഞ്ജു നമ്മുടെ സൂര്യകുമാറിൻ്റെ അഭിഷേക് ശർമ്മയെ മാറ്റണോ, തിലക് വർമ്മയെ മാറ്റണോ, എന്നിട്ട് ഞാൻ സഞ്ജുവിനെ ടീമിലെടുക്കണമെന്നൊരു രീതിയിലേക്ക് പോവുകയും ആക്ച്വലി മാറ്റേണ്ടതാണ്. അവിടുത്തെ ഒരു പ്രശ്നം രോഹിത് ശർമ്മയെ T20 മാറ്റണോ എന്നുള്ള ചോദ്യം ഭയങ്കര പ്രസക്തമാണ്. അതുപോലെ പുള്ളി നമ്മുടെ സ്കൈ ചോദിച്ചതാണ് അഭിഷേക് ശർമ്മയെ മാറ്റണം. കാരണം വെച്ചാൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഇമ്പാക്റ്റ് അങ്ങനെയാണ്, രോഹിത് ശർമ്മ കൊടുത്ത ഇമ്പാക്റ്റ് വേറെ രീതിയിലാണ്. ഇപ്പോൾ ഇനിയുള്ളൊരു ഇതിനകത്ത് ഒരാൾ ചോദിക്കുമ്പോൾ ഇനി സഞ്ജു സാംസണെ ഒരു ടീമിൽ നിന്ന് മാറ്റണമെന്ന് ചോദിച്ചാൽ ഒരു ചോദ്യം വരും, മാറ്റണോ? ആ ഒരു പൊസിഷനിലേക്ക് അദ്ദേഹം മാറിയതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. ഇത് ഈ ഒരു വേൾഡ് കപ്പ് ഇന്ത്യ ജയിച്ചെന്നുള്ളതിലുപരി അതിൻ്റെ ഒരു മെയിൻ കാരണങ്ങളിൽ ഒന്ന് സഞ്ജു ആണ്. അത് ഭയങ്കരമായ ഒരു സ്പെഷ്യലാക്കുന്നതാണ് ഈ ഒരു
കഴിഞ്ഞ വർഷത്തെ T20 എന്ന് പറയുന്നത് രോഹിത് ശർമ്മ കോഹ്ലിയുടെ ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു കുറച്ച് ഇമോഷണലായി. ഇതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഒരു പോയിന്റ് കഴിഞ്ഞ ഉടനെ അത് സഞ്ജുവിൻ്റെ ഒരു മാച്ചായിട്ട് മാറിയാം. അവസാനത്തെ 3 അപ്പുറത്ത് വെസ്റ്റ് ഇൻഡീസ് മാച്ച് ആയിക്കോട്ടെ, പിന്നീട് വരുന്ന ഇംഗ്ലണ്ട് മാച്ച് ആയിക്കോട്ടെ, ഇപ്പോഴത്തെ ഫൈനലിൽ വന്നത്, ഇത് 3-നകത്തും സഞ്ജുവിൻ്റെ കോൺട്രിബ്യൂഷൻ ഭയങ്കര വലുതാണ്. വേൾഡ് കപ്പ് എന്താ പറയുക, ഒരു സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ നമ്മുടെ ബുംറയുടെ ഒരു ഇന്നിങ്സ് വരുന്നതാണ് അതിൻ്റെ ഒരു ഈക്വലി വരുന്ന ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഒരു സഞ്ജുവിൻ്റെ കളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു രീതിയിലേക്ക് അദ്ദേഹം മാറിയെന്ന് പറയുന്നത് ഇനിയും ആ ഒരു ക്വസ്റ്റ്യൻ പ്രസക്തമല്ല. സഞ്ജുവിനെ ടീമിലെടുക്കണോ, അല്ലെങ്കിൽ ആരെങ്കിലും വയ്യാതാകുന്ന സമയത്ത് ഓക്കെ ആരോ ഉള്ള സഞ്ജുവുള്ള ഓക്കെ സഞ്ജുവിനെ ടീമിലെടുക്കും, അങ്ങനെ ഒരു ഇതിലേക്ക് ഇനിയും പോകില്ല. ഇപ്പോൾ ഈവൻ ICC പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അദ്ദേഹമായി. അതിൻ്റെയൊക്കെ ഇങ്ങനത്തെ ഒരു ഇന്നിങ്സ്, ഇതുപോലൊരു മാച്ച് വിന്നിങ് ഇന്നിങ്സ് അദ്ദേഹം കളിക്കുന്നു. അല്ലെങ്കിൽ പണ്ട് ഇതിൻ്റെ തൊട്ട് മുമ്പ് ന്യൂസിലാൻഡിനെതിരെ അദ്ദേഹത്തിന് തന്നെ കരിയറിൽ അദ്ദേഹം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീരീസ് ആവും ആ ഒരു സീരീസ് എന്ന് പറയുന്നത്. അത് എൻറ്റയർലി അദ്ദേഹത്തിൻ്റെ കരിയറിനെ വരെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിലേക്ക് മാറ്റിയ ഒരു സീരീസാണ് ന്യൂസിലാൻഡിനെതിരെ. ആ ന്യൂസിലാൻഡ് തന്നെ ഫൈനലിൽ വരുന്നു. ഈ ഒരു ഫൈനൽ എങ്ങനെയാണ്, പക്ഷേ അവിടുത്തെ ടെൻഷനോ അല്ലെങ്കിൽ കുറേ ആ ഒരു സീരീസിനകത്ത് സഞ്ജു ഭയങ്കരമായിട്ട് ഡൗട്ട് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കണ്ടിട്ടുള്ളവർക്ക് ഭയങ്കരമായി പേടിച്ച് ബാറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോയി. ആ ഒരു വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ആ മാച്ചിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡൗട്ട്, ആ വെസ്റ്റ് ഇൻഡീസ് മാച്ച് കണ്ടിട്ടുള്ളവർക്കറിയാം. അതിനകത്ത് സഞ്ജു ഒരു മോശം രീതിയിൽ ബാറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഒരു പോയിന്റ് പോലും നമുക്ക് ചില സമയത്ത് കാണും. ചിലർ ഇപ്പോൾ ഒരു ഭയങ്കര മോശമായിട്ട് അടിച്ച ഒരു ഫീൽഡറിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ഇപ്പം വിക്കറ്റ് പോകാതെ നിൽക്കുന്നു, അങ്ങനെയൊക്കെ പോയിരുന്നു. പക്ഷേ വെസ്റ്റ് ഇൻഡീസ് മാച്ചിൽ അദ്ദേഹം അങ്ങനത്തെ ഒരു റിസ്ക്കും എടുത്തിട്ടില്ല. ആ റിസ്ക് എടുക്കാതെ അങ്ങനത്തെ നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തിട്ടാണ് ഒരു 97, അതിനൊരു 300 റണ്ണിൻ്റെ ഇപ്പം നമ്മൾ T20 തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ 300 അടിക്കുമോ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും. മാർക്കറ്റ് ചെയ്യപ്പെട്ടതുപോലും ഇന്ത്യ 300 അടിക്കുമെന്നാണ്. പക്ഷേ ആ 300 അടിക്കുന്നതിനകത്തല്ല കാര്യം, ഇതുപോലുള്ള റണ്ണുകളിനകത്താണ് കാര്യം എന്നുള്ളതാണ്. അത് സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്പെഷ്യൽ. അതിനകത്ത് സൂര്യകുമാർ യാദവിൻ്റെ ഒരു സല്യൂട്ട് ഉണ്ട്. അത് ഇന്നലെയും അത് സംഭവിച്ചു. ഇന്നലെ തിലക് വർമ്മയാണ് ആ സല്യൂട്ട് ചെയ്തത്. അത് ആ ഒരു സല്യൂട്ടിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അദ്ദേഹം ഇത്രയും നാൾ അദ്ദേഹം കടന്നു വന്ന ഒരു ടൈമുണ്ട്. അത് ഭയങ്കരമായിട്ട് സെൽഫ് ഡൗട്ട് അദ്ദേഹം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കും തന്നെ ഞാൻ ഈ ചെയ്യുന്നതിനകത്ത് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ഇങ്ങനൊരു ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ഇതുപോലൊരു കംബാക്ക് മലയാളി എന്നുള്ളതൊക്കെ വിടുക, അത് മല്ലു എന്നുള്ളതൊക്കെ വിട്ടതിന് ശേഷം ഒരു നല്ലൊരു വ്യക്തിയാണ്. എനിക്ക് പേഴ്സണലി അറിയില്ല, എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ് മാച്ച് സ്പീച്ചസ് പറയണം, അത് ഇത്രയും ക്ലാരിറ്റിയോടെ സംസാരിക്കുന്ന ഒരാളെ ഞാൻ അങ്ങനെ അധികം കണ്ടില്ല. വളരെ റെയറായിട്ടാണ് ഒരു മാച്ചിന് ശേഷം സംസാരിക്കുന്ന ഒരു പോസ്റ്റ് പ്രസൻറ്റേഷൻ സംസാരിക്കുന്നത്. സഞ്ജുവിൻ്റെ ഏത് മാച്ച്, ഈ പറഞ്ഞ 3 മാച്ചിലും, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെതിരെ വെസ്റ്റ് ഇൻഡീസിനെതിരെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലണ്ടിനെതിരെ വന്ന മാൻ ഓഫ് ദി മാച്ച് കിട്ടുമ്പോഴുള്ള ഒരു സംസാരിക്കുന്നതായിക്കോട്ടെ, ഇന്നലെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് കിട്ടിയപ്പോൾ അദ്ദേഹം സംസാരിച്ചതുമൊക്കെ എന്ത് രസമാണെന്നറിയാം. അത് അദ്ദേഹം പറയുന്നത് ഭയങ്കര മെച്യൂർഡായിട്ടുള്ള ആൻസേഴ്സ് നല്ല രീതിയിലാണ്. അപ്പോൾ അദ്ദേഹം ഒരു വളരെ നല്ല മനുഷ്യനാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഒരു ടൈമിൽ അദ്ദേഹത്തിൻ്റെ ഭയങ്കര ബാഡ് ഫേസിലൂടെ കടന്നുപോയി. നമ്മളത് അദ്ദേഹം തന്നെ ആ ഒരു ഇതിൽ പറഞ്ഞു, ദൈവം അങ്ങനെ ഒരു ഗോഡ് ഹാസ് എ ഡിഫറെൻറ്റ് പ്ലാൻ. ആ ഒരു പ്ലാനാണ്, അല്ലെങ്കിൽ അതിന് ദൈവമായിട്ടൊന്നും കണക്ട് ചെയ്യേണ്ട, പക്ഷെ അദ്ദേഹം ചെയ്തതിന് കറക്റ്റായിട്ടുള്ള ആ ഒരു റിസൾട്ട് അവിടെ വരുന്നു. എല്ലാവരും ആഗ്രഹിച്ച ഇങ്ങനെ ഒരു രീതിയിലാണ്. അതിൽ കളി പേഴ്സണലി ആഗ്രഹിച്ചത് സഞ്ജുവിൻ്റെ ഒരു മാച്ച് ഇന്നിങ്സാണ്. പക്ഷേ ഈ 3 ഇന്നിങ്സും അദ്ദേഹം സെഞ്ചുറി അടിച്ചില്ല എന്നൊരു വിഷമമുണ്ട്. എന്നാൽ പോലും അതൊരു വിഷയമുള്ള കാര്യമല്ല. സെഞ്ചുറി അടിക്കുന്നതിനകത്തല്ല കാര്യം, ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ചില ആളുകൾ നമ്മളിപ്പം യുവരാജ് സിംഗ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നിങ്സ് എന്ന് പറയുമ്പോൾ 6 സിക്സസ് അടിച്ച ഓവർ ഇംഗ്ലണ്ടിനെതിരെ അതായിരിക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വിരാട് കോഹ്ലിയുടെ പാകിസ്ഥാനെതിരെ നടന്ന ആ ഒരു 3 ഓവറിൽ 18 ബോളിൽ 45 റൺ എടുക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു. അത് വിരാട് കോഹ്ലി എടുക്കുന്നു. അതുപോലുള്ള സിറ്റുവേഷൻ ഒരുപാട് ടീമുകൾ വന്നിട്ടുണ്ട്. ഈ റീസെൻ്റ്ലി നമ്മുടെ ഇംഗ്ലണ്ടിന് സംഭവിച്ചതും 18 ബോളിൽ 45 റണ്ണായിരുന്നു ഒരു പോയിന്റിൽ വരേണ്ടിയിരുന്നത്. പക്ഷേ അവിടെ ബുംറയുണ്ട്, ബുംറയൊക്കെ മറന്നു പോകുന്നതല്ല.
ഈ ഒരു വേൾഡ് കപ്പിൽ അങ്ങനെ ഒരു 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 വൺ സൈഡിലോട്ട് ഒരു പോയിന്റിലങ്ങ് മാറി. മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് സഞ്ജുവിൻ്റെ ഒരു 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 ഒറ്റയാൾ പോരാട്ടം പോലായി. അതിൻ്റെ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്ത ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ബുംറേനാണ്. ബുംറ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് കൂടുതലും സഞ്ജുവിനെ പറ്റി സംസാരിക്കാം. ബുംറയെ പറ്റി ഇനി അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം ബുംറയുടെ 4 ഓവറുണ്ട്, ഓക്കെ, അതിനകത്ത് എത്ര ഓവറുണ്ട് ബാലൻസ് എന്ന് വെച്ച് നമുക്ക് ജയിച്ചോളും. പക്ഷേ സഞ്ജുവിൻ്റെ ഒരു ഇന്നിങ്സുകൾ ഇങ്ങനെ ഇതുപോലത്തെ ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സ് അദ്ദേഹം കളിക്കണം. അത് കാരണം ഈ കപ്പിനെയും ഇന്ത്യ അടിച്ച ബാക്കിയുള്ള കപ്പുകളൊക്കെ ഭയങ്കര സ്പെഷ്യലാകുന്നത് ഇതിൻ്റെ മെയിൻ കാരണം നമ്മുടെ 2007 ഇതിനകത്ത് ശ്രീശാന്തിൻ്റെ ക്യാച്ചിനെ പറ്റി നമ്മൾ എല്ലാവരും പറയും. പക്ഷേ ആ ഒരു ക്യാച്ച് ഭയങ്കര ടേണിംഗ് പോയിൻ്റാണ്. ആ ഒരു ക്യാച്ച് വിട്ടാൽ പിന്നെ തീർന്ന്. പക്ഷേ ആ ഒരു ക്യാച്ച് എന്നും ആൾക്കാർ ഓർത്തിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു ഈ 3 മാച്ചസ്. അതും വളരെ കുറച്ച് ടൈമാണ് കിട്ടുന്നത്. മറ്റേ നമ്മളൊരു സിനിമ കാണുകയാണെങ്കിൽ ഇപ്പോൾ വിക്രം സിനിമ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ റോളക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് സിനിമയെ വേറെ ലെവലിലോട്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇതിനെ ആക്ച്വലി ഒരു ക്യാമിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സിനിമയാണെങ്കിൽ ഒരു ക്യാമിയോയ്ക്ക് കിട്ടുന്ന സമയം മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. പക്ഷേ ആ കിട്ടിയ സമയം അദ്ദേഹം ഭയങ്കരമായിട്ട് അത് ആ കറക്റ്റ് ടൈമിൽ യൂട്ടിലൈസ് ആയി. അത് കറക്റ്റായിട്ട് അദ്ദേഹം ചെയ്തു. ഇന്നലത്തെ ആ ഫംഗ്ഷൻ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം സച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിനെ സംസാരിച്ച കാര്യങ്ങളൊക്കെ അനാവശ്യമായിട്ട് ക്രെഡിറ്റ് അങ്ങോട്ട് മാറണമെന്നല്ല. എന്നാൽ പോലും ഈ സഞ്ജുവിന് തന്നെ അത്രയും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ എങ്ങനെ ഈ ഒരു സാധനം എങ്ങനെ പ്രഷർ ഹാൻഡിൽ ചെയ്യണം. അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂസിലാൻഡ് സീരീസിൻ്റെ എതിരെ വരുന്നു, അതിനകത്ത് കളിച്ചിരുന്നെങ്കിൽ സഞ്ജുവിന് ഭയങ്കരമായിട്ട് കൺഫേമായി. ഓൾറെഡി ഇതുപോലൊരു ആദ്യം ഇന്ത്യൻ ടീം വരുന്നത് സഞ്ജു അങ്ങനെ കളിക്കാൻ ചാൻസ് ഇല്ല. ഈ പറഞ്ഞ പോലെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അങ്ങനെ ഒരു മാച്ചിൽ ഭയങ്കരമായൊരു ഇവരുദ്ദേശിച്ച ഒരു കാര്യം വർക്കൗട്ടാകാതെ ഇന്ത്യ മാച്ച് തോക്കുന്ന അവസ്ഥയിലേക്ക് വരാതെ തന്നെ സഞ്ജു ആ ഒരു കളിയിലേക്ക് വന്നേനെ. ന്യൂസിലാൻഡിനെതിരെ സഞ്ജുവിൻ്റെ മാച്ചസ് എന്ന് പറയുന്നത് നല്ലതായിരുന്നെങ്കിൽ. പക്ഷേ അവിടെ അതങ്ങനെ നടക്കണം എന്നാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ നമ്മൾ ചില ആൾക്കാരെ എല്ലാവരും മറ്റേ ഒരു എക്സാം വരുന്നു, എല്ലാ എക്സാമിനും എല്ലാ ടീമിനും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നു. അഭിഷേക് ശർമ്മ എങ്ങനെ ടാക്കിൾ ചെയ്യുമെന്ന് മനസ്സിലാവുന്നു, ഷൻ കിഷനെ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് മനസ്സിലാവുന്നു, അല്ലെങ്കിൽ സൂര്യകുമാർ യാദവിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു, വരുൺ ചക്രവർത്തി എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് അവർ പഠിക്കുന്നു. ക്വസ്റ്റ്യൻ എല്ലാം ഔട്ടായി ഓൾറെഡി. പിന്നെ അവിടെയാണ് അൺഎക്സ്പെക്റ്റഡ് ഒരാൾ വരുന്നു. സഞ്ജു ഓൾറെഡി ഫോമിലും അല്ലാത്തത് കൊണ്ടാകാം ഒരു പരിധിക്കപ്പുറത്തൊരു സഞ്ജുവിനെ ഒരു ടീമും ഇതിങ്ങനെ നടന്നല്ല. എന്നാൽ പോലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഔട്ട് ഓഫ് നോവെയർ ഒരു സമയത്ത് സഞ്ജു വരുന്നു. അവിടെ വെച്ച് സഞ്ജുവിൻ്റെ ഇനിയിപ്പോൾ എനിക്കൊന്ന് 97 എടുത്ത ആ ഒരു ഇന്നിങ്സാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 3 കളിയിലും പേഴ്സണൽ ഫേവറേറ്റ്. ഇനിയും ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി പറഞ്ഞു, രോഹിത് ശർമ്മയുടെ ഇനി എത്ര ഇന്നിങ്സുകൾ പറഞ്ഞെന്ന് പറഞ്ഞാലും 2024 ആ ഒരു ഗ്രൂപ്പ് സൂപ്പർ 8 ഇവർക്കെതിരെ ഓസ്ട്രേലിയക്കെതിരെ എടുത്ത ഒരു 92 റൺ അല്ലെങ്കിൽ 91 റൺ എന്ന് പറയുന്നത് അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അമ്മാതിരി അതുപോലൊരു മാച്ച്, അതുപോലൊരു ഇന്നിങ്സ് അതിനും അതിൻ്റെ അപ്പുറമാണ്. ഇപ്പം MS ധോണിയുടെ നമ്മുടെ 2011 നമുക്ക് കപ്പ് കിട്ടിയ ആ ഒരു ഇന്നിങ്സ്, അതായത് നമ്മൾ ആ എൻ്റയർ കളിയിൽ ധോണി എങ്ങനെയായിരുന്നു എന്നൊന്നും നമ്മളിപ്പോൾ ഓർക്കുന്നില്ല. നമ്മൾ ആ വിന്നിങ് അദ്ദേഹം എടുത്ത ഒരു 91, അദ്ദേഹം ഏകദേശം 91 റണ്ണാണ്, 91 അത്രയും റണ്ണാണ് എടുക്കുന്നത്. ആ ഒരു മാച്ച് മൊത്തത്തിൽ ധോണിയുടെ കയ്യിലേക്ക് വരികയാണ്. അതുപോലെയാണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരൊറ്റ കളിയല്ല, ഇതൊരു എൻ്റയർ ടൂർണമെൻറ്റ് ഈക്വൽ ടു സഞ്ജു ആണ്. അപ്പോൾ ഇന്ത്യ കപ്പടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എനിക്ക് പേഴ്സണലി പറയാൻ ഇഷ്ടം അത് സഞ്ജു ഇന്ത്യക്ക് കപ്പ് നേടിക്കൊടുത്തു അങ്ങനെ പറയാനാണ്. ഒരു ടീമാണ്, എല്ലാം സമ്മതിച്ച് കൊടുക്കണം. പക്ഷേ എന്നാൽ പോലും സഞ്ജു സാംസൺ എന്ന് പറയുന്ന അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ സഞ്ജുവിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ ഇനി എന്തുകൊണ്ട് ഇങ്ങനെ ആയില്ല. അന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു മറ്റേ ഏഷ്യ കപ്പിൽ തിലക് വർമ്മയുടെ ആ ഒരു ഇന്നിങ്സ് വരെ സഞ്ജു കളിക്കണമായിരുന്നു. പക്ഷേ അത് വേണ്ട, അതിലും നല്ലൊരു ഇന്നിങ്സുകളാണ് സഞ്ജു ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്. ഭയങ്കരമായുള്ള ഒരു സാറ്റിസ്ഫൈഡ്. ഇന്നലത്തെ കളി ആക്ച്വലി കഴിഞ്ഞ വർഷത്തെ 2024 വേൾഡ് കപ്പ് ഫൈനൽ പോലെ ഭയങ്കര ടെൻഷൻ അടിച്ച് ജയിക്കൂ എന്ന് ലാസ്റ്റ് ബോൾ വരെ പക്ഷെ സെമി ഫൈനലിന് ആ ഒരു സാധനം ഉണ്ടായിരുന്നു, എവിടെയെങ്കിലും വെച്ച് പാളിപ്പോവൂ
എന്ന് ടെൻഷൻ അടിച്ചാണ് കണ്ടത്. പക്ഷേ ഇന്നലെ അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഒരു പോയിന്റ് പോലും അങ്ങനെ ന്യൂസിലാൻഡ് ടീം അത്രയും വലിയൊരു ടീം ഇന്ത്യക്കൊരു പ്രഷറാകുന്നതായിട്ടോ ഇന്ത്യക്ക് പ്രശ്നമുണ്ട്, ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പോകുന്നു, ഒരു വൺ സൈഡഡ് പരിപാടിയായിരുന്നു. ആ വൺ സൈഡഡ് ആകാനുള്ള ഒരു മെയിൻ കാരണമെന്ന് പറയുന്നത് സഞ്ജു ആയതിലും ഭയങ്കര ഇതുണ്ട്. പക്ഷേ ബോളിങ് വന്നപ്പോഴത്തേക്ക് ഇത്രയും നാളും കണ്ടിട്ടില്ലാത്തൊരു കുറച്ചുകൂടെ ഒരു ഇതായിട്ടുള്ളൊരു ബോളിങ്ങും കണ്ടു. അതും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ ഏറ്റവും വലിയ സന്തോഷം അദ്ദേഹത്തിന് സഞ്ജുവിന് ICC പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് വരുന്നു. അതും വളരെ കുറച്ച് മാച്ചസേ ഉള്ളൂ. ഇത് മുഴുവൻ ആൾക്കാരെയും വെച്ചിട്ടാണ് അത് ചെയ്തേക്കുന്നത്. എന്നാൽ പോലും വളരെ കുറച്ച് ഇന്നിങ്സുകൾ കളിക്കുന്നു, 80 റണ്ണിന് മുകളിൽ ഓവറേജ് വരുന്നു. എന്ത് പറയാം, ഒരു മനുഷ്യന് ഇത് കൂടുതൽ എന്താണ് അദ്ദേഹം ഇനി ഒരുപാട് അച്ചീവ് ചെയ്യണം. എനിക്കറിയില്ല ഇന്ത്യൻ ടീമിൻ്റെ മറ്റേ ODI ടീമിലേക്ക് അദ്ദേഹം ഏത് പൊസിഷനിൽ വരും, അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ ഇനിയും അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ ഏതൊക്കെ തലങ്ങളിലേക്ക് അദ്ദേഹം വരും, ഇനിയിപ്പം ഒരു ക്യാപ്റ്റൻ ആകുമോ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലുണ്ട്. പക്ഷേ ഈ ഇന്നിങ്സ് ഇതിനെല്ലാം കാരണം ഇന്ന് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെ, ഇംഗ്ലണ്ടിനെതിരെ ആൻഡ് ഈ ഫൈനലിൽ അദ്ദേഹം കളിച്ച ആ 3 ഇന്നിങ്സ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എപ്പോഴും അത് ഓർത്തിരിക്കാൻ പറ്റുന്ന, ഇത്രയും നാൾ അദ്ദേഹത്തെ സ്നേഹിച്ച എല്ലാ ആളുകൾക്കും അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റുള്ളവരെ കൊടുക്കുന്നതും വാങ്ങുന്നതൊക്കെ ഉപരി സഞ്ജു സാംസൺ എന്ന് പറയുന്ന വ്യക്തിക്ക് ലൈഫിൽ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഇതായി. ഒരു വൺ സൈഡ് സഞ്ജു കപ്പടിച്ചു എന്ന് തന്നെ പറയണോ, അത് പറഞ്ഞേ വരുന്നുള്ളൂ. സോ കുറേ നാളായിട്ട് ഇങ്ങനൊരു എന്താ പറയുക, സഞ്ജുവിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണം. അത് ഞാൻ എപ്പോഴും ഇങ്ങനെ ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇപ്പം 3 സെഞ്ചുറി അടിച്ചു, അതടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ ഞാൻ എപ്പോഴും എല്ലാവരും പറഞ്ഞു, സഞ്ജു ഒരു കളി ഒന്ന് അങ്ങനെ സഞ്ജു ജയിപ്പിച്ചതായിട്ടൊരു ഫീല് കൊണ്ടുവരുന്ന ഒരു കളി കൊണ്ടുവരണം. സഞ്ജു ഒരു കളി ജയിപ്പിക്കുന്നു, അത് പറഞ്ഞതിന് ശേഷം നമുക്ക് അന്നായിരിക്കും നമ്മൾ ഇന്ത്യൻ ടീം തന്നെ സഞ്ജുവിനെ പറ്റി, അല്ലെങ്കിൽ സൂര്യകുമാർ യാദവ് ഏറ്റവും അവസാനം ഒരു സല്യൂട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം തന്നെ ഒരു ടീം എന്ന രീതിയിൽ അദ്ദേഹത്തിന് തന്നെ സഞ്ജുവിനെ പറ്റി ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്നാണെന്ന് എനിക്ക് ആ ഒരു എന്താ പറയുക, ആ പ്രസ് കോൺഫറൻസിൽ മറ്റേ വിരാട് കോഹ്ലി സ്പൂഫ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചതും ആണ്. നമ്മുടെ തിലക് വർമ്മയ്ക്ക് പകരമാണോ കൊണ്ടുവരേണ്ടത്, തിലക് വർമ്മയ്ക്ക് പകരം ആ ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ അഭിഷേക് ശർമ്മയ്ക്ക് പകരം കൊണ്ടുവരണം, ആർക്ക് പകരം കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും സഞ്ജുവിന് അവിടെ ഒരു സ്പേസ് ഉണ്ട് എന്ന്, അത് ആ ഒരു കളി അതാണ്. സൗത്ത് ആഫ്രിക്ക അന്ന് ചെയ്ത ഒരു ഇതും ആ കളി എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ആ ഒരു കളിയിൽ സഞ്ജു ഇൻ കേസ് ആ ഒരു കളിയിൽ സഞ്ജു ഇല്ലാതെ ഇന്ത്യൻ ടീം ജയിച്ചിരുന്നെങ്കിൽ ഇപ്പം ഇന്ന് ഈ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ വിചാരിക്കുന്ന രീതിയിലായിരിക്കത്തില്ല എൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇന്ത്യ ടോട്ടലി വേറെ രീതിയിലേക്ക് മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നായിരിക്കാം. അല്ലെങ്കിൽ സഞ്ജുവിന് തന്നെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നീടൊരു ഇവരൊരു വിന്നിങ്സ് ഫോർമാറ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു ടീം വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഭയങ്കര റയറായിട്ടാണ്. ഇപ്പം ഇന്നലെ ആണെങ്കിൽ പോലും വേൾഡ് കപ്പ് സെമിയിൽ എന്ത് ടീമിനെയാണ് ഉദ്ദേശിച്ചത് അത് തന്നെയാണ് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്ന പോലല്ല. ഒരു ടീമിനെ സംബന്ധിച്ച് അവരെങ്ങനെയാണ് ടീമിനെ ഫിക്സ് ചെയ്യുന്നത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ച് തന്നെ ആയിരിക്കും. പക്ഷേ എന്നാൽ പോലും അങ്ങനെ മാറ്റുന്നതായിട്ട് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഞാൻ പറഞ്ഞു മറ്റ് ടീമുകൾ ചെയ്യുന്ന പോലെ ഇന്ത്യ എന്താ പറയുക, ടീമിനെ അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന പോലെ തോന്നിയിട്ടില്ല. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ഒരു ടീമിന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് അത്രയും നാൾ കളിച്ചുകൊണ്ടിരുന്ന ടീമിനകത്തുനിന്ന് ഒരൊറ്റ മാറ്റമാണ് അവർ കൊണ്ടുവന്നത്. സഞ്ജുവിനെ ഓപ്പണിങ് കൊണ്ടുവരുന്നു, റിങ്കു സിങ്ങിനെ മാറ്റുന്നു. അതാണ് പ്രത്യക്ഷമായിട്ട് അവർ മാറ്റിയ ഏറ്റവും വലിയ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ചേഞ്ച് ഇന്ത്യൻ ടീമിൻ്റെ ബാക്കിയുള്ള മാച്ചസിൽ അത് കൊണ്ടുവന്നിരിക്കുന്നൊരു മാറ്റമുണ്ട്. അത് നമ്മളെപ്പോഴും പറയും, അഭിഷേക് ശർമ്മ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു രോഹിത് ശർമ്മയ്ക്ക് പകരം ആണ് അഭിഷേക് ശർമ്മ, അതുപോലെ ഫിയർലെസ് ബാറ്റിംഗ് ആണ്. പക്ഷേ എനിക്ക് രോഹിത് ശർമ്മയ്ക്ക് പകരമായിട്ട് ഞാൻ കാണുന്നത് സഞ്ജുവിനെയാണ്. രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിന് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത്, രോഹിത് ശർമ്മയ്ക്ക് എനിക്ക് ഒരു പരിധിക്കപ്പുറത്ത് ചില സമയത്ത് ഈ അറ്റാക്കിംഗ് സ്വഭാവമുണ്ട്. ഈ 2 ബോൾ അല്ലെങ്കിൽ 3 ബോൾ ഡോട്ടായി കഴിഞ്ഞ് 4ാമത്തെ ബോൾ 6 അടിക്കണമെന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അല്ലെങ്കിൽ ആ പോയ ബോളുകളെ എങ്ങനെ മേക്കപ്പ് ചെയ്യണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ എപ്പോഴും ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് പേഴ്സണലി രോഹിത് ശർമ്മ. അത് അങ്ങനെ ഒരു രീതിയിലോട്ട് ഇന്ത്യൻ ടീമിൻ്റെ മൊത്തം ഇതിൽ അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. എന്നാൽ പോലും ചില സമയത്ത് ഇപ്പം വേൾഡ് കപ്പ് ഫൈനലിൽ അദ്ദേഹം ഒരു 4 ഒരു 6 അടിച്ചതിന് ശേഷം ഗ്ലെൻ മാക്സ്വെലിനെ കയറി അടിക്കണം, അല്ലെങ്കിൽ
വേണ്ടായിരുന്നു ഒരു പോയിന്റ്. ഇപ്പോഴും അതൊരു ഒരു വിഷമമായിട്ട് തന്നെ നിൽക്കുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്. പക്ഷേ അങ്ങനെ ഒരു സ്വഭാവമാണ് ഇപ്പോൾ സഞ്ജുവിനുള്ളത്. പക്ഷേ കുറച്ചുകൂടെ സഞ്ജു അന്ന് വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിച്ച കളി കുറച്ചുകൂടെ ഭയങ്കര മെച്ചൂർഡ്, അത്രയും ഒരു മെച്ചൂർഡായിട്ടൊരു കളി എനിക്ക് തോന്നുന്നു സഞ്ജു ലൈഫിൽ കളിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. എന്നാൽ പോലും അൺവാണ്ടഡ് ആയിട്ട് ഒരു റിസ്ക്കും എടുക്കാതെ, എന്നാൽ ആ റൺ റേറ്റിനെ എപ്പോഴും നോക്കി ആ റൺ റേറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് നോക്കി തന്നെയാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ചില സമയത്ത് ഇന്ത്യൻ ടീമിന് എപ്പോഴും പറ്റുന്നതെന്ന് വെച്ചാൽ കുറച്ച് നേരം ഇങ്ങനെ തട്ടി കളിച്ച് പിന്നെ അത് റിസ്ക്കിലേക്ക് കൊണ്ടുപോയി പിന്നെ പടപടാന്ന് വിക്കറ്റ് പോകുന്നു. പക്ഷേ അപ്പുറത്തെ വശത്ത് അന്നത്തെ കളിയിൽ അപ്പുറത്ത് വിക്കറ്റ് പോകുന്നത് സഞ്ജുവിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. സഞ്ജു അത് സിംഗിൾ ഹാൻഡഡ്ലി എടുത്തൊക്കെ നിങ്ങൾ പോക്കോ, എനിക്ക് കളിക്കാനുള്ള ബോൾ ഞാൻ കളിക്കുന്നുണ്ട് എന്ന രീതിയിലേക്ക് വരുന്നു, ആ മാച്ച് വിൻ ചെയ്യുന്നു. അത് കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഇന്നിങ്സ് അത് തന്നെ ആയിരിക്കും. ഇപ്പോൾ ബാക്കിയുള്ള സെമിയും ഫൈനലിലെ ഇന്നിങ്സുകളിൽ 89, 87 ആ ഒരു ഇന്നിങ്സുകളിലേക്ക് എൻ്റെ പേഴ്സണൽ ഫേവറിലേക്ക് മാറുകയായി 97. അത് സഞ്ജു സ്പെഷ്യൽ സാംസൺ ഒരു ഇന്നിങ്സ് തന്നെ ആയിരിക്കും. അത് ലൈഫിൽ എപ്പോഴും മറക്കാത്തൊരു ഇന്നിങ്സ് തന്നെ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ലൈഫിലും അത് അങ്ങനത്തെ ഒരു ഇന്നിങ്സ് ആയിരിക്കും. ആ ഒരു ഇന്നിങ്സ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത്. സോ ഇതുപോലൊരു അദ്ദേഹത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കണമെന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ, പിന്നെ ഞാൻ ഓർത്തു ഓക്കെ അത് റൈറ്റ് ടൈം അല്ല, ഇതിനേക്കാൾ നല്ലത് ഇനിയും ഇന്നിങ്സുകൾ വരാം. പക്ഷേ ഇതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഇനി ഇതപ്പോൾ പറയാനാണ്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പീക്ക് ആണ്. ഇനിയും ഇത് കഴിഞ്ഞങ്ങോട്ട് വേറെ ലെവലിലോട്ട് പോട്ടെ, IPL വരണം. IPL അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന റിസപ്ഷൻ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി ചെന്നൈ ഗ്രൗണ്ടിലേക്ക് അദ്ദേഹം വരുന്നൊരു ഇത് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഏത് ലെവലിലോട്ടായിരിക്കും എന്ന്. പിന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ പോലും എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. സഞ്ജു സാംസൺ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഡിസേർവിങ് ആണ് മാൻ. കുറച്ച് താമസിച്ചെന്നേ ഉള്ളൂ, പക്ഷേ അത് വന്നപ്പോൾ വേറെ ലെവലിൽ വന്നിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. താങ്ക് യു.